തിരുപ്പിറവിക്കാലം ജാനുവരി 2. തിരുവചനം: നീ ക്രിസ്തുവോ എലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകുവാൻ കാരണം എന്ത്? യോഹന്നാൻ്റെ സുവിശേഷം 1:25. യാഥാസ്ഥികരായ യഹൂദ പ്രമാണിമാർ പഠിപ്പിച്ചിരുന്നത് വിജാതിയർ യഹൂദ മതത്തിലേക്ക് വരുമ്പോൾ സ്നാനം സ്വീകരിക്കണം. എന്നാൽ യഥാർത്ഥ യഹൂദർ സ്നാനം സ്വീകരിക്കേണ്ടതില്ല എന്നായിരുന്നു അവരുടെ പഠനം. അതിനാൽ സ്നാപക യോഹന്നാൻ സ്നാനം നൽകുന്നതിൻ്റെ പ്രസക്തി അവർ ചോദ്യം ചെയ്തു. സ്നാപക യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ദൈവപുത്രൻ നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വരുവാൻ നമ്മുടെ ഹൃദയങ്ങൾ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധമായിരിക്കണം. തളർവാദ രോഗിയെ 4 പേരായി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവന് സൗഖ്യം നൽകുന്നതിന് മുമ്പ് ആദ്യം അവൻ്റെ പാപങ്ങൾ പുറത്ത് യേശു അവനെ ശുദ്ധീകരിച്ചു. വീണ്ടും യേശുവിൻ്റെ പഠനം: നീ കാഴ്ച അർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ട് എന്ന് അവിടെ വച്ച് ഓർമ്മിച്ചാൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. ദൈവ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുവാൻ ഒരു ചെറു പാപത്തിൻ്റെ കറുപ്പ് പോലും ഉണ്ടാകാതെ എന്നും എപ്പോഴും ഞങ്ങളെ പരിശുദ്ധരായി കാത്തുകൊള്ളണമേ എന്ന് ഈ വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.